കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ എൻ്റെ 5 മന്തിൻ്റെ അനോമലി സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അനോമലി സ്കാനിൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നതാണ് ഷുഗർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷുഗർ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും പോകുന്നത് കേട്ടോ. പക്ഷേ ഡോക്ടറുടെ അടുത്ത് നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി ആയിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. കാരണം ഷുഗർ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ കേട്ടത് പ്ലാസൻഡ എന്ന് പറയുന്നത് കുറച്ച് താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി മാക്സിമം റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കണം. ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം. പക്ഷേ എനിക്കിത് എന്താണെന്നോ ഇതിനെങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വീട്ടിലോട്ട് തിരിച്ച് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ ഉണ്ടായിരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ 5 മന്ത്സ് ഞാൻ എങ്ങനെയാണ് ഇവിടെ സർവൈവ് ചെയ്തു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അത്രയ്ക്കും വൊമിറ്റിങ്ങും കാര്യങ്ങളും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടാണ് ഞാൻ കുറച്ചൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങിയത്. അപ്പോഴേക്കും റെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാതായി. പക്ഷേ ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല. വെയിറ്റ് ഉള്ളത് എടുക്കരുത്, കുനിഞ്ഞ് ഒരു പണിയും ചെയ്യരുത്, അതുപോലെ ഒരുപാട് നേരം ഇരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എന്തായാലും പറഞ്ഞിട്ടില്ല. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു കാര്യമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുന്നത്. എന്തായാലും ഇന്ന് വലുതായിട്ട് ഒരു പണിയും എടുക്കുന്നില്ല കേട്ടോ. കാലത്തൊന്നും ഉണ്ടാക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് തരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് ചെറിയൊരു ക്ലീനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. ഇതിനേക്കാളെല്ലാം ഇപ്പോൾ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത് ചൂടാണ് കേട്ടോ. സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് വിയർത്തിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് നമുക്ക് ചൂടും കാര്യങ്ങളും കൂടെ നമുക്ക് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.